ഹലോ, ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ്റെ കട്ട്ലേറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കനും കപ്പയും ചേർത്തൊരു കട്ട്ലേറ്റ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ചെറിയ ബോൾസ് പോലെ ഉരുട്ടി വറുത്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് ഒരു ഐറ്റം ആയിട്ടോ ഒക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്ക് കപ്പ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ വേണ്ടാന്ന് വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതുപോലെ ഈ കഴുകി വെച്ചതിൻ്റെ ആ ഒരു വെള്ളമായും അതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് 2 അല്ലിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ 2 പച്ചമുളക്, എൻ്റെ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് തന്നെ 2 എണ്ണം എടുത്തേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിൽ എല്ലാം തന്നെ നമ്മൾ മാക്സിമം കനം കുറച്ച് അരിയാനായിട്ട് ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ കടിക്കുമ്പോൾ ആ ഒരു കുത്തലില്ലാതിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇതാ ഇവിടെ നമ്മൾ സവോള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ വെളുത്തുള്ളി കുനുകുന അരിഞ്ഞു വെച്ചു. അതുപോലെ ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5-6 ഇതള് കറിവേപ്പില കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇവിടെ കപ്പ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൽ ഉരുളക്കിഴങ്ങിന് പകരം കട്ട്ലേറ്റിന് ചിക്കൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് കപ്പയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കപ്പ ഒരു 2 വലിയ കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വളരെ കുറച്ച് ചിക്കനാണ് എടുത്തേക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള കപ്പ. അത് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരല്പം കുരുമുളകും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് കുഴച്ചെടുത്തതാണ്. അതായത് മാഷ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇതിലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിക്കാനായിട്ട് കിട്ടും. നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീം പോലെ മാഷ് ചെയ്യുന്ന പോലെയൊന്നും ചെയ്യരുത്. അതുപോലെ കപ്പ മിക്സിയിൽ അടിക്കാനും പാടില്ല. മിക്സിയിൽ അടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന്റെ ടെക്സ്ചർ അല്ല, ഒരുമാതിരി കുഴകുഴാന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ കൈ വെച്ച് തന്നെ അല്ലെങ്കിൽ ഒരു മാഷർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ മാഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചിക്കൻ ദാ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിക്കോട്ടെ. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ഒന്ന് ഉലർന്ന് കിട്ടുന്ന വിധത്തിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ ചിക്കൻ ചൂടാറിയതിന് ശേഷം ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്, ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ട്, അതായത് സവോളയൊക്കെ ചേർത്ത് വഴറ്റി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളക് വേപ്പില വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴന്നു വരണം. അപ്പോഴാണ് നമ്മുടെ ആ ഒരു മിക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഉള്ളിയും അതുപോലെ ഇഞ്ചിയൊക്കെ മുരിഞ്ഞ് വരുമ്പോഴാണ് നമുക്കത് കടിച്ച് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കൊന്നും കൂടെ വെയിറ്റ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നമ്മുടെ ഉള്ളിയൊക്കെ മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാലയും അതുപോലെ ചിക്കനും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം.
ഇതിലേക്ക് ഒരല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നമ്മുടെ ചിക്കൻ ഇവിടെ മുരിങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി വീണ്ടും ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഇനി ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴാണ്. നമ്മൾ കപ്പയിൽ ഓൾറെഡി ഒരല്പം ഉപ്പും അതുപോലെ കുരുമുളകും ഒക്കെ ചേർത്ത് വേവിച്ചാണ്. അപ്പോൾ അത് മൈൻഡിൽ വേണം. എന്നാൽ അതേസമയം അതിൽ മസാലകളൊന്നും തന്നെ ഇല്ല. ഇതിലാണ് മസാലകൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്താണ്. അതുപോലെ നേരത്തെ ഇറച്ചി വേവിക്കുമ്പോൾ, ചിക്കൻ വേവിക്കുമ്പോൾ അതിലും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർക്കണം. ഇനി നിങ്ങൾ നേരത്തെ എരിവ് കൂടുതലാണ് ചേർത്തതെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. ഒരല്പം മസാലപ്പൊടി, മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത മസാലകളും പൊടികളും ചിക്കനും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ചൂടിൽ ഇതൊന്നും കൂടെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നോളൂ. അതിനുശേഷം ഒരല്പം ചൂടാറി നമുക്കിത് ഒന്ന് കുഴയ്ക്കാനായിട്ട് പറ്റുന്ന പരുവത്തിലെത്തുമ്പോൾ, ആ ഒരു ചൂടിലെത്തുമ്പോൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കപ്പയും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കോട്ടെ. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ചിക്കൻ മിക്സ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച കപ്പ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുഴച്ച് വരുന്നതിനനുസരിച്ച് മാത്രം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിൽ ഒരു മോൾഡ് എടുത്തു എന്ന് മാത്രം. അതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് വെച്ച് അമർത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റ്സ് ഒക്കെ ഒരേ ഷേപ്പിൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങൾക്ക് കയ്യിൽ വെച്ച് പരത്താം, അതല്ലെങ്കിൽ ബോൾ ഷേപ്പിലാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സൗകര്യം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കട്ട്ലേറ്റ്സും ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണമാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തേക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ ചെയ്താൽ മതിയോ, അതല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഒന്ന് മുക്കി, ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് കട്ട്ലേറ്റിൻ്റെ കോട്ടിംഗ് മിക്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതാണ്. അതിന് പകരം നിങ്ങൾക്ക് നല്ല ബ്രെഡ് ഒന്ന് ചൂടാക്കി പൊടിക്കാം, അതല്ലെങ്കിൽ നല്ല റസ്ക് പൊടിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതുപോലെ ആദ്യം ചെയ്തെടുക്കാം. ഒരുപാട് മുട്ട ആവണ്ട കേട്ടോ, അപ്പോൾ നമുക്ക് അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ മുട്ടയിൽ മുക്കിയ ആ കൈ വെച്ചിട്ട് കട്ട്ലേറ്റ് തൊടാനായിട്ട് പാടില്ല. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഈവൺ ആയിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് വരില്ല. അപ്പോൾ പതുക്കെ നമുക്കിങ്ങനെയൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ സ്പൂൺ ഉപയോഗിച്ചോ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് തട്ടിപ്പരത്തി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, പാകത്തിനുള്ള ക്രംസ് മാത്രമേ ഇതിൻ്റെ മുകളിൽ ഇരിക്കുള്ളൂ. എക്സ്ട്രാ ഒന്നും തന്നെ ഉണ്ടാവില്ല, കട്ട കുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. കട്ട്ലേറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചൊരു കുഴിവുള്ള പാൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുപോലെ കുറച്ച് കുഴിവുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും പറ്റും.
ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ചിക്കൻ ആയാലും അതുപോലെ കപ്പ ആയാലും മസാല ചേർത്തിട്ടും ഒക്കെ നമ്മൾ നല്ലതുപോലെ കുക്ക് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ക്രിസ്പി ആയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഭാഗം അടിഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്കിതൊന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ചിക്കനും കപ്പയും ചേർത്ത കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.